സമയം രാത്രി 11 മണി. നാളെ രാവിലെ ഒരു പരീക്ഷയുണ്ട്. നിങ്ങളാണെങ്കിൽ പരീക്ഷയിൽ ആകെ 60% മാത്രമേ തീർത്തിട്ടുള്ളൂ. ബാക്കി 40% ഇങ്ങനെ ബാക്കി കിടക്കാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഒരു കോഫിയോ കട്ടണോ അടിച്ച് 4 മണി വരെ ഒരു ഓൾ നൈറ്റർ പിടിക്കുക, 100% സിലബസ് തീർക്കുക, കുറച്ച് ഉറക്കം കൊണ്ട് പരീക്ഷ കൊണ്ട് പോയി എഴുതുക. എന്നാൽ ഒരു ഓപ്ഷൻ ബി ഉണ്ട്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് കിടക്കുക, പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, ഈ 60% വെച്ചിട്ട് തന്നെ പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യുക. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ എടുക്കുക എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഓപ്ഷൻ എ ആയിരിക്കും, ഓപ്ഷൻ ബി ആണോ? സിമ്പിൾ ലോജിക് വെച്ചാൽ നമുക്കറിയാം ഓപ്ഷൻ എ ആയിരിക്കും കൂടുതൽ പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടില്ലേ. എന്നാൽ സയന്റിഫിക് സ്റ്റഡീസ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഓപ്ഷൻ ബി ആണ് നല്ലതെന്ന് മാത്രമല്ല, നിങ്ങൾ ഓപ്ഷൻ എ ഫോളോ ചെയ്താൽ ഓപ്ഷൻ ബിനെക്കാളും ക്ലിയർലി മാർക്ക് കുറവായിരിക്കും കിട്ടുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവഴി എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി ഈ സയന്റിഫിക് ബേസിസിന്റെയും നമ്മുടെ ലോജിക്കിന്റെയും നമ്മുടെ ഒരു കംഫർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടിക്കലി ഒരു പരീക്ഷയുടെ തലേന്ന് എങ്ങനെ പഠിക്കണം, ഓൾ നൈറ്റർ പിടിക്കണോ അല്ലെങ്കിൽ നേരെ പോയി കിടന്നുറങ്ങാണോ ചെയ്യേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താം. ആ ഒരു തീരുമാനം തീർച്ചയായും നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ടിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം. ഈ വീഡിയോയിൽ എക്സാക്ട്ലി നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം നമ്മളൊരു പഠിച്ച കാര്യം നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്ന കാര്യം നോക്കാം. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ 2 മേജർ ഏരിയാസ് ഉണ്ട്. ഒന്ന് ഹിപ്പോ ക്യാമ്പസും മറ്റേത് കോർട്ടെക്സ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലെ റാം പോലെയാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഹിപ്പോ ക്യാമ്പസിലായിരിക്കും. ഹിപ്പോ ക്യാമ്പസിന്റെ ഗുണം അത് ഭയങ്കര ഫാസ്റ്റ് ആണെങ്കിലും അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതാണ്, ഭയങ്കര വോളറ്റൈൽ ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഹിപ്പോ ക്യാമ്പസിൽ അത് സ്റ്റോർ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിപ്പോ ക്യാമ്പസിലേക്ക് സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം തന്നെ റിയൽ ടൈമിൽ കോർട്ടെക്സിലേക്ക് മാറിക്കൊണ്ടിരിക്കില്ല. ഇൻഫാക്ട് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ പെർമനന്റ് മെമ്മറിയിലേക്ക് നടക്കാൻ പോകുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുമ്പോഴും സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ സ്റ്റേജ് 2 സ്ലീപ്പിനിടയിൽ സ്ലീപ്പ് സ്പിൻഡിൽ എന്ന് പറഞ്ഞ ഒരു ബ്രെയിൻ വേവ്സ് നമ്മുടെ ബ്രെയിനിൽ വരും. ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഫയൽ ട്രാൻസ്ഫർ നടക്കുക. ടെമ്പററി ആയിട്ടുള്ള ബ്രെയിനിൽ നിന്ന് പരീക്ഷയിൽ യൂസബിൾ ആയിട്ടുള്ള കോർട്ടെക്സിലേക്ക് കാര്യം മാറ്റുന്നത് ഈ സ്ലീപ്പിലെ സ്റ്റേജ് 2 സ്ലീപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി 4 മണി വരെ പഠിച്ച് 6 മണിക്ക് എണീറ്റാണ് പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള സമയം കൊടുത്തില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ സേവ് ചെയ്യാൻ മറന്നുപോയി, അല്ലെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടിയില്ല. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? അത് സേവ് ആവാത്തതുകൊണ്ട് പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചിലപ്പോൾ ബ്ലാങ്ക് ഔട്ട് ആയി പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നുണ്ടാവില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പലതും വേസ്റ്റ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾ, നിങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ടൈപ്പിംഗ്. ആ ടൈപ്പ് ചെയ്ത കാര്യം സേവ് ചെയ്യാനുള്ളൊരു ചാൻസും കൊടുക്കണം. അത് സേവ് ചെയ്യാന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൺട്രോളിലല്ല, അത് കുറച്ച് നിങ്ങളുടെ സ്ലീപ്പിൻ്റെ കൺട്രോളിലാണ്. അപ്പോൾ ആ വേണ്ട സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഫയൽസ് ഒന്നും സേവ് ആവില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പരീക്ഷയിൽ അത് പേപ്പറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എഴുതാനും പറ്റില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടി മനസ്സിലാക്കുമ്പോഴാണ് സ്ലീപ്പിൻ്റെ ശരിക്കും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവുക. അതായത് നമ്മുടെ ബ്രെയിനിൽ ഒരു അഡിനോസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇങ്ങനെ ബ്രെയിൻ ത്രൂ ഔട്ട് ദി ഡേ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കെമിക്കലാണ് നമുക്കൊരു സ്ലീപ്പ് പ്രഷർ തരിക. ഉറങ്ങാനുള്ള ഒരു പ്രഷർ ഇല്ല, നമുക്ക് രാത്രിയാകുമ്പോൾ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഫുൾ നേരം ഇന്ന് പഠിച്ചിട്ട് ചെറിയൊരു ഉറക്കം കൊണ്ട് പരീക്ഷ ഹാളിലേക്ക് പോകുമ്പോൾ ഈ അഡിനോസിൻ ബിൽഡപ്പ്, അതായത് ഈ സ്ലീപ്പ് പ്രഷർ കാരണം നിങ്ങളുടെ ബ്രെയിൻ ആക്ച്വലി ഭയങ്കര ടയേർഡ് ആയിരിക്കും, ഒരു സോംബി ലൈക്ക് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കാരണം എക്സാമിൽ പല പല പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാം. ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബ്ലാങ്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മാത്സോ ഫിസിക്സോ പോലത്തെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കോംപ്രിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടും. അങ്ങനെ നിങ്ങൾക്ക് ആക്ച്വലി നേടാവുന്ന കുറേ മാർക്ക് നിങ്ങളുടെ ഈ സോംബി ബ്രെയിൻ കാരണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടാതെ കാരണം നിങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടയേർഡ് ബ്രെയിനും 100% സിലബസും പഠിച്ചിട്ടാണ് പരീക്ഷ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 60 മാർക്ക് ആയിരിക്കും കിട്ടുക. നേരെ മറിച്ച് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ബ്രെയിനും മേ ബി 80% സിലബസും പഠിച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് പോകുന്നതെങ്കിൽ ക്ലിയർലി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻ എന്താ? നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഒബ്വിയസ്ലി ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ 0 സ്ലീപ്പുമായിട്ടാണ് പരീക്ഷ ഹാളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചിട്ടും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് 8 മണിക്കൂർ കാര്യമായിട്ട് വിശാലമായിട്ട് ഉറങ്ങിയാൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും. അയ്യോ, ഞാൻ പഠിക്കാൻ പറ്റുന്ന സമയം ഞാൻ പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗ് ഒരു പക്ഷേ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഒരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കുക. പരീക്ഷയുടെ തലേ നമ്മൾ തീരെ ഒരു എഫേർട്ട് ഇട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാനും, അതേസമയം ആക്ച്വലി സയൻറ്റിഫിക്കലി നമ്മുടെ ബ്രെയിനിന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഒരു സമയം കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ കാര്യം, ഒരു സിമ്പിൾ തമ്പ് റൂൾ ഫോളോ ചെയ്യുക. 6 മണിക്കൂറിനെക്കാളും കുറവായിട്ടുള്ള ഉറക്കം നമ്മൾ പരീക്ഷാ തലേന്ന് പാടില്ല. അപ്പോൾ മിനിമം 6 hours സ്ലീപ്പ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി രാത്രി ഇരുന്ന് പഠിക്കാനും സമയം കിട്ടും. നേരെ മറിച്ച് മിനിമം റിക്വയർഡ് ആയിട്ടുള്ള ആ മെമ്മറി കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം നിങ്ങൾക്ക് ബ്രെയിനിന് കൊടുക്കാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള 2-3 ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നിങ്ങൾ 10 മണിക്ക് ശേഷം നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ടയേർഡായി, ഓൾറെഡി ഫുള്ളായി. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി കാര്യമില്ല, നിങ്ങൾക്ക് പരീക്ഷയിൽ അത് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ 10 മണി വരെ നിങ്ങൾ ആക്ച്വലി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 12 മണി വരെയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റിയ ട്രിക്കാണ് ഡൗൺലോഡ് ട്രിക്ക്. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ സോഷ്യലിൽ പഠിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ഉണ്ടാവില്ലേ നമ്മൾ മറക്കാൻ ചാൻസ് ഉള്ളത്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ മാത്സോ ഫിസിക്സോ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല അതൊന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നോക്കുക. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ബ്രെയിൻ മെമ്മറിയിൽ പതിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ആ ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് കൊടുക്കും. അപ്പോൾ ആ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ രാത്രി ഒരു 6 മണിക്ക് ശേഷം കഫീൻ അഥവാ കോഫി ഒന്നും കുറേ കുടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. കോഫി കുടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു ഭയങ്കര ഒരു ഹൈ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര എനർജി പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ ബ്രെയിൻ ആക്ച്വലി ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ ഓവർ കഫീൻ 6 മണിക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവസാനം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പരീക്ഷയിൽ തലേന്നിരുന്ന് പഠിക്കുന്നത് ആക്ച്വലി ഒരു ഗണ്ണ് ലോഡ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ഉറങ്ങുന്നതാണ് നിങ്ങൾ ഗണ്ണ് എയിം ചെയ്യുന്ന പ്രോസസ്സ്. ആ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി വെടിവെക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 12 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, ബുക്ക് അടച്ചു വെക്കുക. നിങ്ങൾ പഠിച്ച ആ ഒരു കാര്യത്തിനെ അത് ഓർമ്മയുണ്ടാവുന്ന കാര്യം ട്രസ്റ്റ് ചെയ്യുക. മിനിമം ഒരു 6 മണിക്കൂർ കിടന്ന് ഉറങ്ങുക, പരീക്ഷ ഹാളിലേക്ക് പോവുക. ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഗസ് എങ്കിലും ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങൾ പഠിച്ച ആൻസേഴ്സ് പോലും തെറ്റാനുള്ള ചാൻസ് ആണുള്ളത്. അത് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.